ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, വെളിപാട് 10:10. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്നും ചുരുൾ വാങ്ങി വിഴുങ്ങി അതിൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, എന്നാൽ വിഴുങ്ങിയപ്പോൾ എൻ്റെ ഉദരത്തിൽ അത് കയ്പായി മാറി. വചനം പറയാനും പഠിപ്പിക്കാനും, വചനം വലുതാണ് നല്ലതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാനും നമുക്ക് ഇമ്പകരമായി തോന്നിയേക്കാം. വചനം വായിൽ ആദ്യ ശ്രവണത്തിൽ കേൾക്കുമ്പോൾ, മെല്ലെ എഴുതിയെടുക്കുമ്പോൾ, വായിക്കുമ്പോഴൊക്കെ നമുക്കൊരു മധുരം, അത്ഭുതകരമായൊരു സാന്നിധ്യം അനുഭവപ്പെട്ടേക്കാം. എന്നാലത് ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പം, ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ, അത് ജീവിതത്തിലേക്ക് ദഹിക്കാൻ തുടങ്ങുമ്പം, നമ്മുടെ ജീവിതത്തിലേക്ക് സംശീകരിച്ച് തുടങ്ങുമ്പം ചില കയ്പും കണ്ണുനീരും കഠിനതയും ഒക്കെ നേരിടേണ്ടി വരും. ഈ രണ്ടും സമാസമം ചേരുന്നതാണ് വചനത്തിൻ്റെ അനുഗ്രഹം. നമ്മൾ മനസ്സിലത് വേണം. വചനം പറയാനും ഇമ്പകരമായി പാടാനും ഒക്കെ എളുപ്പമാണ്. അത് നാവിൽ തേൻ പോലെ മധുരിക്കും. എന്നാൽ ആഗിരണം ചെയ്യപ്പെടുമ്പോൾ, ആത്മാവിലേക്കും ഉദരത്തിലേക്കും ജീവിതത്തിലേക്കും പകർന്നെടുക്കപ്പെടുമ്പോൾ അതിനൊരു കയ്പുണ്ട്, ഭീകരമായ കയ്പ്. അതിനെ ജയിച്ച് വചനം ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുന്നവൻ്റെ മുമ്പിൽ ഭൂമി പോലും തലകുനിച്ച് നിൽക്കണം. ആമേൻ. ആമേൻ.